നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വരെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസ്കൗണ്ടിൽ ഇന്നും ഗോൾഡ് ഇരിക്കുന്നു. ഗോൾഡ് മാർക്കറ്റ് വളരെ ടൈറ്റായിരിക്കുന്നു. ക്യാഷ് ഇല്ല ഗോൾഡ് മാർക്കറ്റിൽ. ഇത് കാരണം 300 രൂപ 400 രൂപ കുറവായിട്ട് കിട്ടുന്നു 24 ക്യാരറ്റ് ഗോൾഡ്. പക്ഷേ ഒഫീഷ്യൽ റേറ്റ് വന്നിട്ട് 17,084 ആണ്. അതുപോലെ തന്നെ 15,600 അടുത്ത് കിട്ടുന്നു. ഗെയിൻ ഇറ്റ് ഈസ് ക്യാഷ്. ആരിനാണ് ക്യാഷ് ആവശ്യം? ക്യാഷ് ഫ്ലോ സിറ്റുവേഷൻ. മാർക്കറ്റിൽ ഗോൾഡ് ഇരിക്കുന്നു, പക്ഷേ ക്യാഷ് ഇല്ല. ഇതുകൊണ്ട് എന്താകും എന്ന് ഞാൻ പറയുന്നു. 18 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 13,400 ആണ്. വെള്ളി വന്നിട്ട് ഇന്നലെ കയറി ഇന്ന് ഇൻറ്റേർണൽ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. വെള്ളിയുടെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. തിരികെ അതിന് കുറച്ച് അടിപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയരുത്. ഈ ചാൻസിനെ യൂസ് ചെയ്ത് ഇരിക്കുന്ന വെള്ളിയൊക്കെ മാറ്റിയതാണ് നല്ലത്. ഇപ്പോൾ US ഡോളറിനെ കുറിച്ച് നോക്കാം. പാവമാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ, രക്ഷപ്പെട്ട് പമ്പടിച്ച് 90 കൊണ്ടുപോയി. ഇപ്പോൾ ഓൾറെഡി ഇറങ്ങി 91.39 ആണ്. എല്ലാ സ്റ്റോക്കും ഇന്നും ഭയങ്കര അടിയാണ്. മാർക്കറ്റ് ആൾമോസ്റ്റ് 400 പോയിന്റ് ഡൗണിലാണ് ഓപ്പൺ ആയിരിക്കുന്നു. സെൻസെക്സ് ആദ്യത്തെ സ്ഥലം 78 ആറിൻ്റെ അടുത്ത് ഓപ്പണായി. പിന്നെ കുറച്ച് സൈക്കിൾ പമ്പടിച്ച് 180 പോയിൻറ്റ്സിൻ്റെ അടുത്ത് വരയ്ക്കും കൊണ്ടുവന്നു എത്തി. ഇപ്പോൾ തിരികെ അടുത്ത അടി അടിച്ച് 330 പോയിന്റ് ഡൗണിലിരിക്കുന്നു. ഒരു മ്യൂച്വൽ ഫണ്ടിനെ എടുക്കാൻ ഒരുപാട് പ്രാവശ്യം കത്തിയായിരുന്നു. ലക്ഷത്തിൻ്റെ മുകളിൽ ഇരിക്കുവാണെങ്കിൽ എടുത്ത് ബോണ്ടിലിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഡിസിഷൻ നിങ്ങളതാണ്. ഇതൊക്കെ വരുമെന്ന് നിങ്ങൾക്കറിയാം. സൈഡസ് ലൈഫ് സയൻസസ് 2% ഗാലിയാണ്. നാറ്റ്കോ 2.25% ഗാലിയാണ്. IDFC ബാങ്ക് 1.5% ഗാലി. ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ 2.5% ഗാലി. റെക്കോർഡ് സെയിൽസ് ആണ്. ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ആൾമോസ്റ്റ് 2% ഗാലി. കല്യാൺ ജുവലേഴ്സ് വന്നിട്ട് 1.3% ഗാലി. എല്ലാ സ്റ്റോക്കും മാക്സിമം 1.5 to 2% ഗാലിയാണ്. മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്നു. 48 ടോപ്പ് ഡീലേഴ്സിന് ഇറാഖിൽ ഗാലി ചെയ്തതായിട്ട് ഇസ്രയേലും ട്രംപും പറയുന്നു. ആരെങ്കിലും ലീഡർ എന്ന് പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അവരെയും പെട്ടെന്ന് അവർ ഇല്ലാതാക്കുന്നു. ആണ് മോഡേൺ വാർഫെയർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർഫെയർ. വാറിനൊക്കെ ഇപ്പോൾ ആന്ത്രപ്പി യൂസ് ചെയ്തതായിട്ടാണ് പറയുന്നു. ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ ട്രംപ് എന്ത് പറയുന്നു എന്നാൽ ഇറാനിൻ്റെ പുതിയ റെജീം എന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നു. ട്രാൻസിഷനെ സംബന്ധിച്ചിട്ടായിട്ടാണ് പറയുന്നത്. ഇറാൻ ഒഫീഷ്യലായിട്ട് എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ വാർ ചെയ്യും, ഞങ്ങൾ പളി വാങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആകുവാണെങ്കിൽ ന്യൂട്രലായിട്ട് ഇതിൻ്റെ ചുറ്റിയിരിക്കുന്ന അറബ് സ്റ്റേറ്റ്സും എല്ലാവരും ചേർന്ന് ഇറാൻ്റെ മുകളിൽ ഗുണ്ടിടും. ഇറാനിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഖൊമേനി പോകുന്നത് നല്ലതെന്നാണ് പറയുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു വഴിയായിട്ട് സാങ്ഷനൊക്കെ തീർന്നു. 25 ഇയേഴ്സിൻ്റെ ശേഷം ഞങ്ങൾക്ക് നോർമൽ ലൈഫ് വരും എന്നവർ വിശ്വസിക്കുന്നു. ലോകത്തിലിരിക്കുന്ന ഒരുപാട് മുസ്ലിംസ് ഒരു സ്പിരിച്വൽ ലീഡറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഖൊമേനി മരിച്ച കാരണം പ്രൊട്ടക്സ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നു. മെഡ്രാസിലും പ്രൊട്ടക്ഷൻ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നു. USISൻ്റെ അടുത്തൊരു വലിയ മാർച്ച് രാവിലെ നടന്നായിരുന്നു. കറാച്ചിയിൽ എംബസിയിൽ കല്ലൊക്കെ എടുത്തെറിഞ്ഞായിരുന്നു. അമേരിക്കൻ ഗാർഡ്സ് വന്നിട്ട് ഫയർ ഓപ്പൺ ചെയ്തതായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ ലോകം ഫുള്ളും ടെൻഷനിലാണ് ഇരിക്കുന്നു. ഗോൾഡ് മാർക്കറ്റിൽ എന്ത് പറയുന്നു എന്നാൽ ഔട്ടേജൊക്കെ ഒന്നുമല്ല, ക്യാഷ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാർക്കറ്റ് എന്ത് പറയുന്നു എന്നാൽ ഇരിക്കുന്ന ഗോൾഡ് കയ്യിൽ നിന്ന് പോകുവാണെങ്കിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സപ്ലൈ ഇന്ത്യക്ക് കുറയും എന്ന് പറയുന്നു. ഇത് എന്തുകൊണ്ട് അവർ പറയുന്നു എന്നാൽ ദുബായ് വലിയ മാർക്കറ്റാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോമസിൻ്റെ വലിയ വരണം. സ്ട്രെയ്റ്റ് ഓഫ് ഹോമസ് ബ്ലോക്ക് ആകുവാണെങ്കിൽ ഗോൾഡ് അകത്ത് വരുന്നത് വളരെ പാടാണ്. എൻറ്റയർ പെർഷ്യൻ സ്പേസ് മാർക്കറ്റിനെയും ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ഇറ്റിഹാഡോ, ഖത്താർ എയർവേസ് ആൻഡ് എമിറേറ്റ്സ്. നോർഡർ എമിറേറ്റ്സ് ആണ് ഇരിക്കുന്നതിൽ വലുത്. ഇവർ എല്ലാ ഫ്ലൈറ്റിനെയും ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്നു. കാരണം കുരുവി ഇന്ത്യയിലകത്ത് എടുത്തുകൊണ്ട് വരുന്നതും കുറഞ്ഞു പോകും. ഇതുപോലെ തന്നെ 10 ദിവസം അത് കണ്ടിന്യൂ ആകണമെങ്കിൽ ഗോൾഡ് ഇനി പ്രീമിയമിൽ ട്രേഡ് ആകാൻ തുടങ്ങും. പക്ഷേ ഇതിന് 10 ദിവസം എടുക്കും. ഓയിൽ വന്നിട്ട് 10% കൂടിയിരിക്കുന്നു. ഹോമോസ് പെട്ടെന്ന് എന്തെന്ന് വെച്ചാൽ ഈ സ്വർണ്ണത്തെങ്കിലും കുരുവി മൂലം എടുത്തിട്ട് വരാം. സ്ട്രെയ്റ്റ് ഓഫ് ഹോമസ് പോലെ കപ്പലിൽ തന്നെ ഓയിൽ വരണം. ഇത് കാരണം ഓയിലിൻ്റെ വിലയും ഫെർട്ടിലൈസറിൻ്റെ വിലയും കയറും. ഫെർട്ടിലൈസർ വില കയറിയ ഉടനെ ഇവിടെ വില കയറ്റാൻ പറ്റില്ല. ഇത് കാരണം ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കയറും. അപ്പോൾ ഇന്നും കുറച്ചും കൂടെ റുപ്പി വീക്കാവും, ഗോൾഡ് സ്ട്രെങ്തൻ ആവും. ഈ സമയം കൊണ്ട് IT സർവീസസ് വീക്കാകുവാണെങ്കിൽ ഫാസ്റ്റായിട്ട് സെഞ്ചുറി നോക്കി രൂപ പോവും. ഇതാണ് ഓവറോളായിട്ടുള്ള ന്യൂസ്. ഡെൻമാർക്കും ഞങ്ങളും ചേർന്ന് സെമി ഗ്ലൂട്ടൈഡ് ചെയ്യുന്നു എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സെമി ഗ്ലൂട്ടൈഡ് ബുഷിനെ എല്ലാവരും ചേർന്നിരിക്കുന്നു.
മിഡ് വേണമെന്ന് പറഞ്ഞ് എല്ലാവരും പോയി നിൽക്കുന്നു. ഈ സണ്ണ് ഇതൊക്കെ ഒരു വലിയ കോമ്പറ്റീഷൻ ആവും. ഇതിൽ ഓവർ സപ്ലൈ ആവും. വേൾഡ് വൈഡ് ഇന്ത്യ വന്നിട്ട് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഇരിക്കുന്നു. ആണ് ഓൺലി ഹോക്ക് നമുക്ക് ഡോളർ വീഴുന്നാൽ. ഇത് ട്രംപ് എന്ത് പറയുന്നു എന്നാൽ ഞാൻ ഇറാൻ്റെ മുകളിൽ ഗുണ്ടിട്ടുകൊണ്ടേയിരിക്കും. അതായത് അവർ കംപ്ലീറ്റ് സറണ്ടർ ആകുന്നവരേക്കും ഇടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇറാൻ എന്ത് പറയുന്നു എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സംസാരിക്കാം ട്രംപ് പറയുന്നു. പക്ഷെ വോളണ്ടിയർ ആയിട്ട് ഇറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. TCS എന്ത് പറഞ്ഞു എന്നാൽ മിഡിൽ ഈസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ആൾക്കാർ പോകത്തില്ല എന്ന് പറഞ്ഞു. എന്താകുമെന്ന് വെച്ചാൽ 500 കോടി 600 കോടി വരേക്കും എല്ലാ എയർലൈൻസിനും ചെലവ് കൂടും. ഐസ്റ്റേറ്റിൻ്റെ ഷെയറും ഇൻഡിഗോയുടെ ഷെയറും താഴെ ഇറങ്ങിയിട്ടുണ്ട്. എയർ ഇന്ത്യക്ക് നഷ്ടം കൂടുതലാണ്. റഷ്യക്കാരന് തലവലി കൂടുതലാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്ക യൂറോപ്പിനൊക്കെ ചെല്ലുവാണെങ്കിൽ മൂക്കുത ചുറ്റി തൊടുന്നത് പോലെ ഇരിക്കും. കാരണം ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഇന്ത്യക്ക് വരണം. ഇന്ത്യയിലിരുന്ന് യൂറോപ്പിൽ നിന്ന് പോകുന്നതെന്ന് പറയുന്നത് വളരെ പാടാണ്. ഈ ബോർഡറിലിരുന്ന് സിംഗപ്പൂർ വഴി വരുന്നതാണ് ഓൺലി റൂട്ട്. അതാണ്. അതിൽ മാത്രം തന്നെ ഒരു പ്രശ്നവും ഇതുവരെ ഇല്ല. അത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഊര് ചുറ്റി പോകണം. ഇത് കാരണം വളരെ കെയർഫുൾ ആയിട്ടിരിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പം മോട്ടാർ ഇന്ന് വിളിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിലുള്ള ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഹെൽത്ത് വന്നിട്ട് 35% കൂടിയിരിക്കുന്നു. എന്ന് വെച്ച് നോക്കുമ്പോൾ 62,000 വേണ്ടി ഈ ഫെബ്രുവരി മാസം അവർ വിറ്റിരിക്കുന്നു. അതേ ഡൊമസ്റ്റിക് യൂട്ടിലിറ്റി വെഹിക്കിൾസ് നോക്കുവാണെങ്കിൽ മഹേന്ദ്ര 60,000 വെച്ചിരിക്കുന്നു. നമ്പർ 2 സ്പോട്ട് എന്ന് പറയുന്നത് വളരെ ടൈറ്റായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു ബിറ്റ്വീൻ ഈ 2 പ്ലേയേഴ്സ്. സോ ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുന്നത് കയറിക്കൊണ്ടേയിരിക്കുന്നു. കമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസും വളരെ നന്നായിട്ടുണ്ട്. 32.8% കയറിയിരിക്കുന്നു. ഇവാക്കോയ്ക്ക് മീറ്റിംഗ് ഇവാക്കോയുടെ ഡൈറ്റേഷൻ എങ്ങനെ പോകുന്നു എന്നത് നോക്കണം. ഭാരത് ബെൻസാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ ശരിയായി പോയിരിക്കുന്നു. ഈ ആൾക്കാർ രണ്ടാ പിരിച്ചു. കുറച്ച് ദിവസം കമേഴ്ഷ്യൽ വെഹിക്കിളിന് നോക്കാതെയായിരുന്നു. പ്രോബ്ലത്തിനെ മാത്രം അവർ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ളായിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിളിനെ മാത്രം തന്നെ അവർ ശ്രദ്ധിക്കുന്നു. ഹൂണ്ടയുടെ ഫിഗേഴ്സ് ഒന്നും വെളിയിൽ വന്നില്ല. ഓരോ ഫിഗേഴ്സും കൂടി വെളിയിൽ വരുവാണെങ്കിൽ ആരാണ് നമ്പർ 2 നമ്പർ 3 എന്ന് നമുക്കറിയാൻ പറ്റും. ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ നിയർലി 57% ഗ്രോത്ത് ആണ്. ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ 32% ഗ്രോത്ത് ആണ്. M&M 18% ഗ്രോത്ത്. മാരുതി 7% ഗ്രോത്ത് ആണ്. ഇനി എന്തറിയുന്നത് എന്നാൽ GST എഫക്റ്റ് തീർന്നെന്നാണ് അറിയുന്നത്. ബേസ് എഫക്റ്റ് എന്ന് പറയും. ഓഗസ്റ്റിന് ശേഷം കുറച്ച് ബേസ് എഫക്റ്റ് വരും. എന്തെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 15-ാം തീയതി തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യും. ദീപാവലി സമയമാണ് GST കട്ട് ചെയ്തത്. പീരീഡിൽ സെയിൽസ് ഇല്ലായിരുന്നു. പക്ഷേ ഈ കൊല്ലം സെയിൽസ് ഒരുപാട് ഇരിക്കും. കാരണം വളരെ എഫക്റ്റ് കാണാൻ പറ്റും. ജാനുവരി വരുവാണെങ്കിൽ സെയിൽസ് നോർമലൈസ് ആവും. റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് 11% കയറിയിരിക്കുന്നു. 50cc ബൈക്കിൻ്റെ മുകളിലിരിക്കുന്ന സെയിൽസ് കുറഞ്ഞിരിക്കുന്നു. ആണെങ്കിൽ റോയൽ എൻഫീൽഡ് 11% ഗ്രോത്ത്, TVS 31% ഗ്രോത്ത്, 44% ഗ്രോത്ത്, ബജാജ് 27% ഗ്രോത്ത്. സിക്ക നോക്കുമ്പോൾ ഹീറോ അവരുടെ പൊസിഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഹോണ്ട മോട്ടോർ സർവീസസ് ആൻഡ് സ്കൂട്ടർ കമ്പനി എന്ത് ചെയ്യുന്നു എന്ന് ഇന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇരിക്കുന്നു. അവരും വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. 2 വീലർ EV രജിസ്ട്രേഷൻ 36% കയറിയിരിക്കുന്നു. TVS തന്നെ നന്നായിട്ട് ഗെയിൻ ആയിരിക്കുന്നു. ഹീറോയും മാർക്കറ്റ് ഷെയറിനെ ഗെയിൻ ചെയ്തിരിക്കുന്നു. ഓലയുടെ വോളിയം ഗോവിന്ദോ ആയിരിക്കുന്നു. ഓല 2 രൂപയ്ക്ക് എപ്പോൾ പോകുന്നു എന്ന് തന്നെ നോക്കാം. BYD സെയിൽസ് വന്നിട്ട് 41% ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് ഓവറോളായിട്ട് എന്ത് മനസ്സിലാകുന്നു എന്നാൽ EV സെയിൽസ് കയറുന്നു. ASW BYD ഒക്കെ ഇതിലൊരു സപ്ലൈ ചെയിനിസം ചെയ്തിട്ടില്ല. ലിൻസ് ഫാസ്റ്റ് വലുതായിട്ട് പടം കാണിക്കുന്നില്ല. ഓവറോളായിട്ട് ടാറ്റ വന്നിട്ട് അവരുടെ പൊസിഷനെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴാണ് ഇന്നുള്ള മാർക്കറ്റ് ന്യൂസ്. ഓവറോളായിട്ട് എല്ലാം ഭയങ്കരമായിട്ട് വിളിന്നിരിക്കുന്നു. നമുക്കൊക്കെയാണ് പട്ടാസ് ടെസ്റ്റ് കൺസിഡറേഷൻ റേഞ്ചിലാണ് ഇരിക്കുന്നു. കൺസിഡർ ചെയ്യാനൊക്കെ ഒരുപാട്. പക്ഷേ ടിഫിൻ കോഫിയിൽ തന്നെ ഇരിക്കണം. ലഞ്ചിന് വരാൻ സമയം എത്തിയിട്ടില്ല. എപ്പോൾ ലഞ്ച് എടുക്കാമെന്ന് ഞാൻ പറയാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.